ജൂൺ 28 ശനിയാഴ്ച. ലൂക്ക 2:41 മുതൽ 51 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ജെറുസലേമിൽ ശിശുവായ യേശുവിനെ നഷ്ടപ്പെട്ടതും പിന്നീട് കണ്ടെത്തിയതുമായ സംഭവം നമ്മളോട് പറയുന്നു. മറിയവും ജോസഫും ഭക്തരായ യഹൂദന്മാരായിരുന്നു. അവർ അവരുടെ മതത്തിലെ എല്ലാ ആചാരങ്ങളും പാരമ്പര്യങ്ങളും പിന്തുടർന്നു. മോശയുടെ നിയമങ്ങൾ അവർ അനുസരിച്ചിരുന്നു. ഈ സുവിശേഷ ഭാഗത്തിൽ തന്നെ യേശു തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ചുവെന്ന് നമ്മോട് പറയുന്നു. പഴയ നിയമത്തിൽ ആദാമിൻ്റെയും ഹവ്വായുടെയും അനുസരണക്കേട് പർദീസയിൽ നിന്നുള്ള നാടുകടത്തലിലേക്കും ഒടുവിൽ അവരുടെ മരണത്തിലേക്കും നയിച്ചു. പുതിയ നിയമത്തിൽ പിതാവിൻ്റെ ഇഷ്ടത്തോടുള്ള വിശുദ്ധ തിരുക്കുടുംബം കാണിച്ച അനുസരണം ഈ ലോകത്തിൻ്റെ രക്ഷ സാധ്യമാക്കി. ദൈവത്തെ അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒരിക്കലും അമിതമായി ഊന്നിപ്പറയാൻ കഴിയില്ല. അനുസരിക്കുക എന്നത് ത്യാഗത്തേക്കാൾ നല്ലതാണ് എന്ന് 1 സാമുവേലിൽ പറയുന്നു. 10 കൽപ്പനകൾ, യേശുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും പ്രബോധനങ്ങൾ എന്നിവ അനുസരിക്കാൻ ബൈബിൾ നമ്മോട് കൽപ്പിക്കുന്നു. അതിൻ്റെ അഭാവത്തിൽ എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയും. ഇന്നത്തെ സുവിശേഷ വായനയിൽ പറയുന്നത് യേശു പറഞ്ഞത് മറിയത്തിനും ജോസഫിനും മനസ്സിലായില്ല എന്നാണ്. പക്ഷെ അവർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് മനസ്സിലാകാത്ത നിരവധി കാര്യങ്ങളുണ്ട്. എന്നാൽ നമുക്ക് അവനിൽ വിശ്വസിക്കുകയും അവൻ്റെ വാക്കുകൾ അനുസരിക്കുകയും ചെയ്യാം. കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലോ ആസൂത്രണം ചെയ്യുന്ന രീതിയിലോ അല്ല സംഭവിക്കുക. എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചിലപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. അവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മറിയം നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ സംഭവങ്ങളെ ദൈവകരങ്ങളിൽ നിന്നുള്ള അവ ആണെന്ന് കരുതി സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. നമ്മൾ അവയെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. എന്നിട്ട് ദൈവത്തോട് മാർഗനിർദ്ദേശത്തിനായി അപേക്ഷിക്കുക. നസ്രത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ഔസേപ്പിൻ്റെയും ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി. യേശു തൻ്റെ മാതാപിതാക്കളോട് അനുസരണയുള്ളവനായിരുന്നു. എന്നിരുന്നാലും മറിയവും ജോസഫും പലപ്പോഴും യേശുവിനെക്കുറിച്ചും ജെറുസലേമിൽ അവർക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചും സംസാരിച്ചിരിക്കണം. യേശു ദേവാലയത്തിലെ ഉപദേഷ്ടാക്കളെ ശ്രദ്ധിക്കുകയും അവരുമായി ഇടപഴകുകയും ചെയ്തതിൽ അവർ അത്ഭുതപ്പെട്ടു. പ്രായപൂർത്തിയായാൽ അവൻ ആരായിത്തീരുമെന്നായിരിക്കാം അവർ ചിന്തിച്ചത്. ലൂക്കാസ് എഴുതുന്നു, അവൻ്റെ അമ്മ ഇതെല്ലാം അവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എന്ത് ഓർമ്മകളാണ് സൂക്ഷിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഏത് വിധത്തിലാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നത്? എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.